എല്ലാവർക്കും നമസ്കാരം. SST ഫസ്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്ലാസ് 4 ആണ്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയും സാഹിത്യവും. ഇപ്പോൾ കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഓരോ ബിൽഡിങ്ങിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയ ഓരോരോ ശൈലികളനുസരിച്ചുള്ളതാണ്. ഏതൊക്കെയാണ്? റോമനസ്ക് സ്റ്റൈൽ, ഗോത്തിക് സ്റ്റൈൽ, അതുപോലെ തന്നെ കരോളിഞ്ചിയൻ സ്റ്റൈൽ. അപ്പോൾ റോമനസ്ക് സ്റ്റൈല്, ഗോത്തിക് സ്റ്റൈല്, അതുപോലെ തന്നെ കരോളിഞ്ചിയൻ സ്റ്റൈൽ, അങ്ങനെ 3 സ്റ്റൈലിൽ കെട്ടിടങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് മിഡീവൽ വേൾഡിൽ തന്നെ മധ്യകാലഘട്ടത്തിൽ ലോകത്തിൽ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ വാസ്തുവിദ്യാ മേഖലയിൽ ഒരുപാട് പുരോഗതി അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ് കൈവരിച്ചു എന്നുള്ളതാണ് ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ബിൽഡിംഗ് സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ബിൽഡിംഗ് സ്റ്റൈലുകൾ എന്ത് ചെയ്യാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏത് കാലഘട്ടത്തിൽ കഴിഞ്ഞു, മിഡീവൽ ഏജിൽ വേൾഡിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ്? അഡ്വാൻസ്മെൻറ്റ് ഓഫ് മിഡീവൽ വേൾഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ, അല്ലേ? അതിലുപരി നമ്മൾ ഏതാണ് ഈ റോമൻസ്ക് സ്റ്റൈലും അതുപോലെ തന്നെ ഗോത്തിക് സ്റ്റൈലും ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവിടെ എംപറർ ഷാലമീൻ ഫോംഡ് എ ന്യൂ സ്റ്റൈൽ ബൈ കമ്പൈനിങ് ഏഷ്യൻ റോമൻ സ്റ്റൈൽസ് വിത്ത് ബൈസൻറ്റൈൻ സ്റ്റൈൽ. അപ്പോൾ ദിസ് സ്റ്റൈൽ ഈസ് നോൺ ആസ് ദ കരോളിംഗിയൻ സ്റ്റൈൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ ഷാലമീൻ എന്ത് ചെയ്തു? പുതിയൊരു കെട്ടിട ശൈലി അല്ലെങ്കിൽ ആർക്കിടെക്ചർ സ്റ്റൈല് അല്ലെങ്കിൽ പുതിയൊരു ശൈലി രൂപപ്പെടുത്തിയെടുത്തു ഷാലമീൻ. ഏതിനെയും കൂടെ കമ്പൈൻ ചെയ്തു, ഏതിനെയും തമ്മിൽ യോജിപ്പിക്കുകയാണ് ചെയ്തത്. ഏഷ്യൻ്റെ റോമൻ സ്റ്റൈലും പുരാതന റോമൻ ശൈലിയും പിന്നെ ഏതാണ് നമ്മുടെ ബൈസൻറ്റിയൻ സ്റ്റൈലും ബൈസൻറ്റിയൻ ശൈലിയും തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയ ഒരു സ്റ്റൈല് ഷാലമീൻ ഫോം ചെയ്തെടുത്തു, രൂപീകരിച്ചെടുത്തു. ആ ശൈലിയെ ദിസ് ഈസ് നോൺ ആസ് ദ കരോലിഞ്ചിയൻ സ്റ്റൈൽ. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കരോലിഞ്ചിയൻ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കരോലിഞ്ചിയൻ സ്റ്റൈലിന് ചില സ്വഭാവ സവിശേഷതകളുണ്ട്, ഫീച്ചറുകളുണ്ട്, അല്ലേ? എന്തെല്ലാം ഫീച്ചറുകളാണ് കരോലിഞ്ചിയൻ സ്റ്റൈലിൽ ഉള്ളത്? എന്തെല്ലാം ഫീച്ചറുകളാണ് കരോലിഞ്ചിയൻ സ്റ്റൈലിലുള്ളത്? അല്ലെങ്കിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആർ ദ ഡോംസ്, അല്ലേ? താഴികക്കുടങ്ങളുണ്ട്. പിന്നെ ആർച്ച് ഷേപ്ഡ് ഡോർ, കമാന ആകൃതിയിലുള്ള വാതിലുകളാണ് ഈ കെട്ടിടങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ഈ ശൈലിക്കുള്ളത്. അതുപോലെ തന്നെ ഹ്യൂജ് പില്ലേഴ്സ്, വലിയ തൂണുകളുണ്ട്. അതുപോലെ തന്നെ മൊസൈക്ക ഫ്ലോറുകൾ, മൊസൈക്ക തറകളുണ്ട്. ഇവയെല്ലാം ആരുടെ പ്രത്യേകതയാണ്? ഈ കരോലിഞ്ചിയൻ സ്റ്റൈലിൻ്റെ ഫീച്ചറുകളാണ്. എന്തൊക്കെയാണ് കരോലിഞ്ചിയൻ സ്റ്റൈലിലെ ഫീച്ചറുകളെന്ന് പറയുന്നത്? ഡോംസുകൾ, അതുപോലെ തന്നെ ആർച്ച് ഷേപ്ഡ് ഡോറുകൾ, ഹ്യൂജ് പില്ലേഴ്സ്, അതുപോലെ തന്നെ മൊസൈക്ക ഫ്ലോർ. The Europeans got acquainted with the Islamic culture during the Crusades. അപ്പോൾ ഈ ക്രൂസൈഡ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ ഇസ്ലാമിക് കൾച്ചർ അല്ലെങ്കിൽ ഇസ്ലാം സംസ്കാരം ആർക്ക് വളരെയധികം അക്വൈൻറ്റഡായി? യൂറോപ്യൻസിന് വളരെയധികം അക്വൈൻറ്റഡായി അല്ലെങ്കിൽ ഫെമിലിയറായി മാറി, പരിചിതമായിട്ട് മാറി. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? ഈ കുരിശ് യുദ്ധ കാലയളവിൽ ഇസ്ലാം കൾച്ചർ എന്ന് പറയുന്നത് ആർക്ക് ഫെമിലിയറായി, ആര് അക്വൈൻറ്റഡായി? യൂറോപ്യൻസ് അതിൽ വളരെയധികം ഫെമിലിയറായി അല്ലെങ്കിൽ പരിചയപ്പെടാൻ ഇടയായി. ഏതാണ്? ഇസ്ലാമിക് കൾച്ചർ അല്ലെങ്കിൽ ഇസ്ലാം സംസ്കാരം. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ വെർ എക്സ്ചേഞ്ച് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കലയും അതുപോലെ തന്നെ സാഹിത്യവും പരസ്പരം ഇവരെന്ത് ചെയ്തു? വിനിമയം നടത്തി. ദ വെസ്റ്റേൺ സ്റ്റൈൽ വാസ് പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഈസ്റ്റേൺ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ വെസ്റ്റേൺ സ്റ്റൈൽ അല്ലെങ്കിൽ പാശ്ചാത്യ ശൈലി എന്ന് പറയുന്നത്
പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ്ഡ്, അല്ലെങ്കിൽ വളരെയധികം വ്യാപകമായിട്ട് എന്ത് ചെയ്തു, പ്രൊഫൗണ്ട്ലി ഡീപ്ലി ആരെ ഇൻഫ്ലുവൻസ് ചെയ്തു, ബൈ ദ ഈസ്റ്റേൺ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, പൗരസ്ത്യ കലയെയും അതുതന്നെ വാസ്തുശില്പകലയെയും. അപ്പോൾ ആർക്കിടെക്ചറിനെയും ഈസ്റ്റേൺ ആർട്ടിനെയും ആര് ഇൻഫ്ലുവൻസ് ചെയ്തു, വെസ്റ്റേൺ സ്റ്റൈൽ അല്ലെങ്കിൽ പാശ്ചാത്യ ശൈലി സ്വാധീനിച്ചു തന്നല്ലോ. ആരെയൊക്കെയാണ് സ്വാധീനിച്ചത്? ഈസ്റ്റേൺ ആർട്ടിനെയും അതുപോലെ തന്നെ ഈസ്റ്റേൺ ആർക്കിടെക്ചറിനെയും. ദ പ്ലാറ്റോണിക് അക്കാഡമി ഓഫ് ഫ്ലോറൻസ് ആൻഡ് ദ കിൻസെവിംഗിറ്റ്സ് Hospital of Paris, constructed by the French Emperor Louis IX on his return from the Crusades are example. അപ്പോൾ ഈ വെസ്റ്റേൺ സ്റ്റൈല് ഇവിടെ വളരെയധികം എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ, അതിനുള്ള എക്സാമ്പിളുകളാണ് ഇവിടെ പറയുന്നത്. അതിലേക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈലിൽ, ഈസ്റ്റേൺ ആർട്ടിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ ആർക്കിടെക്ചറിലും അല്ലെങ്കിൽ ഈസ്റ്റേൺ പൗരസ്ത്യ കലയിലും അതുപോലെ തന്നെ എന്താണ് വാസ്തുശില്പത്തിലും എന്ത് ചെയ്തു, ഇത് വളരെയധികം സ്വാധീനിച്ചു എന്ന് പറഞ്ഞു വെസ്റ്റേൺ സ്റ്റൈൽ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. ആരാണ്? ക്രൂസൈഡ്സ് കഴിഞ്ഞതിന് ശേഷം, കുരിശുയുദ്ധം നടത്തി തിരിച്ചു വന്നതിന് ശേഷം, റിട്ടേണിന് ശേഷം ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയിസ് ഒമ്പതാമൻ കൺസ്ട്രക്ട് ചെയ്ത അല്ലെങ്കിൽ പണി കഴിപ്പിച്ച ഏതൊക്കെയാണ്? ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാഡമി ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ പാരീസിൽ കൺസ്ട്രക്ട് ചെയ്ത എന്താണ് കിൻസെവിംഗിറ്റ്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ തന്നല്ലോ, അതും ഇതിന് ഉദാഹരണമാണ്. അതിന് രണ്ട് പിക്ചറും അവിടെ തന്നിട്ടുമുണ്ട് തന്നല്ലോ. ഏതിന് ഉദാഹരണമാണ്? ആ വെസ്റ്റേൺ സ്റ്റൈല് അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതെല്ലാം എക്സാമ്പിളാണ്. ദ വെസ്റ്റേൺ മ്യൂസിക് ഹാഡ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ദ മിഡീവൽ പീരീഡ്. അപ്പോൾ പാശ്ചാത്യ സംഗീതത്തിന് അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് അതിൻ്റെ ആരംഭം കുറിച്ചത്, അതിൻ്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ബിഗിനിങ് വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ മധ്യ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ ആണ്. എലോങ് വിത്ത് ദ ചർച്ച് മ്യൂസിക്, സെക്കുലർ മ്യൂസിക് ആൾസോ ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഏത് കൂടാതെ? ചർച്ച് മ്യൂസിക് കൂടാതെ അല്ലേ, പള്ളിയിലെ സംഗീതം കൂടാതെ സെക്കുലർ മ്യൂസിക് ആൾസോ, മതേതര സംഗീതവും എന്ത് ചെയ്തു? ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ കാലഘട്ടത്തിൽ വികസിച്ചു. ദ ഇൻഫ്ലുവൻസ് ഓഫ് അറബിക് മ്യൂസിക് ഈസ് വിസിബിൾ ഇൻ ദ യൂറോപ്യൻ മ്യൂസിക് in the period of 500 to 1400 CE. അപ്പോൾ ആരുടെ സ്വാധീനം, ആരുടെ ഇൻഫ്ലുവൻസ്? അറബിക് മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ്, അറബിക് സംഗീതത്തിൻ്റെ സ്വാധീനം തന്നല്ലോ നമുക്ക് വിസിബിളാണ്, കാണാൻ കഴിയും. യൂറോപ്യൻ മ്യൂസിക്കിൽ, യൂറോപ്യൻ സംഗീതത്തിൽ ഏത് കാലയളവിൽ? 500 മുതൽ 1400 CE വരെയുള്ള കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ അറബിക് സംഗീതത്തിന് യൂറോപ്യൻ മ്യൂസിക്കിലുള്ള സ്വാധീനം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഡ്യൂറിങ് ദ ഉമയ്യദ് ആൻഡ് അബ്ബാസിദ് കാലിഫേറ്റ്സ് അറബിക് മ്യൂസിക് പ്രോഗ്രസ്ഡ് കൺസിഡറബിളി. അപ്പോൾ ആരുടെ? ഉമയ്യദ് കാലിഫേറ്റ്സിൻ്റെയും കാലിഫമാരുടെയും അതുപോലെ തന്നെ അബ്ബാസിദ് കാലിഫയുടെയും. അപ്പോൾ ഉമയ്യദ് കാലിഫയുടെയും അബ്ബാസിദ് കാലിഫേറ്റിൻ്റെയും ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ അറബിക് സംഗീതം തന്നല്ലോ വളരെയധികം എന്ത് ചെയ്തു? പ്രോഗ്രസ്ഡ് കൺസിഡറബിളി, കാര്യമായ എന്താണ് പുരോഗതി കൈവരിച്ചതായി കാണാം. ഏത് സമയത്താണ് കാര്യമായ പ്രോഗ്രസ്ഡ് കൺസിഡറബിളി എന്ന് പറയുന്ന അറബിക് മ്യൂസിക്? അബ്ബാസിദിൻ്റെ ആ പീരീഡിലും, കാലിഫേറ്റ് പീരീഡും അതുപോലെ ഉമയ്യദിൻ്റെ ആ കാലിഫേറ്റ് പീരീഡിലും. ഇബ്ൻ മിസ്ജ വാസ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യൻ ഓഫ് ദ ഉമയ്യദ് പീരീഡ്. അപ്പോൾ ഉമയ്യദ് കാലിഫേറ്റിൻ്റെ ആ പീരീഡിലുള്ള വളരെ പ്രശസ്തനായ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂസിഷ്യൻ, സംഗീതജ്ഞനായിരുന്നു. ആരെന്ന് പറയുന്നത് ഇബ്ൻ മിസ്ജ എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഇബ്ൻ മിസ്ജ വാസ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യൻ ഓഫ് ദ ഉമയ്യദ് പീരീഡ്. He started Arabic music by obtaining knowledge by Byzantine and Persian music through his travel in Syria and Persia. അപ്പോൾ അദ്ദേഹം
പേർഷ്യയിലും അതുപോലെ തന്നെ സിറിയയിലൂടെയൊക്കെ സഞ്ചരിച്ച് എന്താണ് പേർഷ്യൻ സംഗീതവും അതുപോലെ തന്നെ ബസൻറ്റൈൻ സംഗീതത്തിനെ കുറിച്ചുള്ള അറിവുകൾ എന്താണ് നോളജ് ഒബ്റ്റെയിൻ ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു, അറബിക് മ്യൂസിക് ആരംഭിച്ചു. അപ്പം അറബിക് മ്യൂസിക്കിൻ്റെ എന്താണ് ആരംഭത്തിന് കാരണമായ ഒരു ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യനാണ് ആരെന്ന് പറയുന്നത് ഇബ്ൻ മിസ്ജ എന്ന് പറയുന്ന വ്യക്തി. ഇബ്ൻ മിസ്ജ സ്റ്റാർട്ടഡ് അറബിക് മ്യൂസിക്, അല്ലേ, അറബിക് സംഗീതം അദ്ദേഹം ആരംഭിച്ചു. എങ്ങനെയാണ്, ഇതിലൂടെ അറിവുകൾ നേടിയതിന് ശേഷം obtain knowledge of Byzantine and Persian music through his travel in Syria and Persia. അപ്പോൾ ഒരു പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്. ലൂട്ട് എന്ന് പറയുന്ന ഒരു മിഡീവൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അത് അറബിക് മ്യൂസിക്കിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇബിൻ മുഹ്രിസ് ആൻഡ് ഇബിൻ സുരായ് were two other important musicians of the time. അപ്പോൾ ഉമയ്യദ് പീരീഡിലെ മറ്റ് രണ്ട് എന്താണ് അറബിക് മ്യൂസീഷ്യൻസ് ആരെല്ലാമായിരുന്നു? ആരൊക്കെയാണ്? ഇബൻ മുഹ്രിസും അതുപോലെ തന്നെ ഇബൻ സുരായി, ഇവരെല്ലാം ആയിരുന്നു ടു അതർ ഇമ്പോർട്ടൻ്റ് മ്യൂസിഷ്യൻ ഓഫ് ദി ടൈം. ആര് കൂടാതെയാണ്? ഇബൻ മിസ്ജ കൂടാതെ മറ്റ് രണ്ട് പ്രശസ്ത സംഗീതജ്ഞരായിരുന്നു, മ്യൂസിഷ്യൻസ് ആയിരുന്നു. ആരൊക്കെയെന്ന് പറയുന്നത് ഇബൻ മുഹ്രിസും അതുപോലെ തന്നെ ഇബൻ സുരായിയും. ദ മേജർ തീംസ് ഓഫ് ദ മിഡീവൽ ലിറ്ററേച്ചർ വെയർ റിലേറ്റഡ് ടു റിലിജിയൻ. അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിലെ സാഹിത്യം, മിഡീവൽ ലിറ്ററേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മേജർ തീം എന്ന് പറയുന്നത്, മുഖ്യമായിട്ടുള്ള പ്രതിപാദ്യം അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ലിറ്ററേച്ചറിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിലീജിയനായിരുന്നു, അല്ലെങ്കിൽ മതമായിരുന്നു. Yet other subjects were also treated as themes of the writings of this period. അപ്പോൾ മതം മാത്രമല്ല, മുഖ്യമായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, മെയിൻ തീം എന്ന് പറയുന്നത്, അല്ലെ മേജർ തീം എന്ന് പറയുന്നത് റിലീജിയനാണ്. എന്നിരുന്നാലും യെറ്റ് അതർ സബ്ജക്റ്റ് വർ ആൾസോ ട്രീറ്റഡ്, അല്ലേ, മറ്റ് വിഷയങ്ങളെയും എന്തായിട്ട് കണക്കാക്കിയിരുന്നു? പ്രതിപാദ്യമായിട്ട് ഈ കാലഘട്ടത്തിൽ എഴുത്തിന് വേണ്ടി, റൈറ്റിങ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ആദേശം അവരുടെ വർക്കുകൾ, അവരുടെ പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ടേബിളിനകത്താണ് തന്നിരിക്കുന്നത്, അതൊന്ന് വായിച്ചു നോക്കുക. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രധാനപ്പെട്ട ആദേശമാണ്, അവരുടെ വർക്ക്സ് അല്ലെങ്കിൽ രചനകളുമാണ് തന്നിരിക്കുന്നത്, തന്നെയുള്ള ബുക്കുകളുമാണ് തന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഒമർ ഖയ്യാം, അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്? ആദർ ഒമർ ഖയ്യാം. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ദ റുബിയാത്ത്. അതുപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അൽ ഫിർദൗസി ആദറാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഷാനാമ. അടുത്തത് ഇബ്ൻ ഖൽദൂൻ, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് കിതാബുൽ ഇബാദ്. അടുത്തത് തോമസ് അക്വിനാസ്, അദ്ദേഹമാണ് ആദർ. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് സമ്മ തിയോളജി. നെക്സ്റ്റ് സെൻറ്റ് അഗസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഗോഡ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പീറ്റർ അബെലാട്ട്, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഡയലോഗ്. അടുത്തത് കൽഹന ആദറാണ്, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് രാജതരംഗിണി. അടുത്തത് ജയദേവ, അദ്ദേഹം ആദറാണ്, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഗീത ഗോവിന്ദം. ഇപ്പം എന്താണ് തന്നിരിക്കുന്നത്? കുറച്ച് ആദേശം തന്നിട്ടുണ്ട്, കുറച്ച് ആദേശം അല്ലെങ്കിൽ എഴുത്തുകാരും അവരുടെ കൃതികളും അവരുടെ പുസ്തകങ്ങളും. അപ്പം എഴുത്തുകാരും അവരുടെ കൃതികളുമാണ് തന്നിരിക്കുന്നത്. എഴുത്തുകാരൊക്കെയാണ്? ഒമർ ഖയ്യാം, രണ്ടാമത്തത് അൽ ഫിർദൗസി, മൂന്നാരാണ്? ഇബ്ൻ ഖൽദൂൻ, 3 ഇബ്ൻ ഖൽദൂൻ, 4 തോമസ് അക്വിനാസ്, 5 സെൻറ്റ് അഗസ്റ്റിൻ, അടുത്തത് 6 പീറ്റർ അബലാട്ട്, ദെൻ കൽഹന, അടുത്തത് ജയദേവ. അപ്പോൾ ഇതെല്ലാം എഴുത്തുകാരാണ്. അവരുടെ കൃതികൾ നോക്കാം, വർക്കുകൾ. ഒന്നാമത്തേതാണ് ദ റൂബിയാത്ത്, നെക്സ്റ്റ് ഷാനാമ, അടുത്തത് കിതാബുൽ ഇബാദ്, അടുത്തത് സമ്മ തിയോളജി,
അടുത്തത് സിറ്റി ഓഫ് ഗോഡ്, പിന്നെ ഏതാണ് ഡയലോഗ്, നെക്സ്റ്റ് ഏതാണ് രാജതരംഗിണി, അതുപോലെ തന്നെ ഗീത ഗോവിന്ദം. നല്ലോണം പഠിച്ചോളാം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഓക്കെ. പെയിൻറ്റിങ് ആൾസോ പ്രോഗ്രസ്ഡ് കൺസിഡറബിളി ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ചിത്രകല അല്ലേ, അതും എന്ത് ചെയ്തു കൺസിഡറബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ കാര്യമായ പുരോഗതി ഏത് സമയത്തുണ്ടായിരുന്നു? മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നു. മേജർ തീം ഓഫ് ദി പെയിൻറ്റിങ്സ് വാസ് റിലിജിയൻ. അപ്പോൾ ലിറ്ററേച്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മേജർ തീം എന്ന് പറയുന്നത്, മുഖ്യ പ്രതിപാദ്യം എന്ന് പറയുന്നത്, മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെയും എന്ത് തന്നെയായിരുന്നു? റിലിജിയൻ തന്നെയായിരുന്നു. ചിത്രകലയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് മതം തന്നെയായിരുന്നു. ദെൻ സാന്റ ട്രിനിറ്റ മഡോണ ബൈ സെന്നി ഡി പെപ്പോ is an example of the progress of painting during this period. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിത്രകലയുടെ പുരോഗതിക്ക് ഒരു ഉദാഹരണമാണ് സെന്നി ഡി പെപ്പോ വരച്ച ചിത്രം. സെന്നി ഡി പെപ്പോ വരച്ച പെയിൻറ്റിങ്ങിൻ്റെ പേരെന്താണ്? സാന്റ ട്രിനിറ്റ മഡോണ. അപ്പോൾ സാന്റ ട്രിനിറ്റ മഡോണ എന്ന് പറയുന്ന ആ പിക്ചർ, എൻ്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സാന്റ ട്രിനിറ്റ മഡോണ. ആ പിക്ചർ ആര് വരച്ചതാണ്? ആര് പെയിൻറ്റ് ചെയ്തതാണത്? സെന്നി ഡി പെപ്പോ. അത് ഏതിനുദാഹരണമാണ്? ഈ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്ങിൻ്റെ എന്താണ് പുരോഗതി സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമായ ഒരു ചിത്രകലയാണ് അത്. അപ്പോൾ മിഡീവൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അല്ലേ. അപ്പോൾ മധ്യകാലഘട്ടത്തിലുള്ള കലയും സാഹിത്യവും എന്ന് പറയുന്നത് ആർ എക്സാമ്പിൾസ് ഓഫ് ദ സിന്തസിസ് ഓഫ് ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അല്ലേ. ഈസ്റ്റിനെയും അതുപോലെ തന്നെ വെസ്റ്റിനെയും എന്ത് ചെയ്ത സിന്തസിസ് ചെയ്ത അല്ലെങ്കിൽ സമന്വയിപ്പിച്ച അല്ലെങ്കിൽ ജോയിൻ്റ് ചെയ്ത അല്ലെങ്കിൽ യോജിപ്പിച്ചതിന് വളരെയധികം ഉദാഹരണം ആണ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള കലയും സാഹിത്യവും തന്നല്ലോ. അതിനൊന്ന് നല്ല രീതിയിലൊന്ന് വിശകലനം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചത് സമ്മറൈസ് ചെയ്ത് എഴുതുക. അടുത്തത് സയൻസ് ആണ്, ശാസ്ത്രം. മെനി സ്കോളേഴ്സ് ഹൂ മെയ്ഡ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് സയൻസ് ലീവ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ആൾക്കാരും, നിരവധി പണ്ഡിതരും അതുപോലെ തന്നെ വളരെയധികം കഴിവുള്ള വ്യക്തികളും എന്ത് ചെയ്തിട്ടുണ്ട്? മെനി സ്കോളേഴ്സ്, നിരവധി പണ്ഡിതർ, അതുപോലെ എന്താണ് വളരെ സയൻറ്റിസ്റ്റായിട്ടുള്ള ആൾക്കാർ ശാസ്ത്രത്തിന് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ശ്രദ്ധേയമായ സംഭാവനകൾ, വളരെ കാര്യമായ സംഭാവനകൾ ആർക്ക് നൽകിയിട്ടുണ്ട്? മിഡീവൽ പീരീഡിന് നൽകിയിട്ടുണ്ട്. ആരാണ്? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്കോളേഴ്സ്. അപ്പോൾ മെനി സ്കോളേഴ്സ് ഹൂ മെയ്ഡ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് സയൻസ് ലീവ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം സംഭാവന. അപ്പം സ്കോളേഴ്സ്, ആ പണ്ഡിതർ ആരെല്ലാമാണ്, അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റുകളൊക്കെ ആരെല്ലാമാണ്, അതുപോലെ തന്നെ അവർ നൽകിയ സംഭാവനകൾ, അവർ നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തെല്ലാമാണ്. ആദ്യം എന്താണ്? ഇബൻ സിന തന്നല്ലോ. ഇബൻ സിന എന്ന് പറയുന്ന സ്കോളർ, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? അവിസന്ന എന്നും വിളിക്കാം. അപ്പോൾ ഇബൻ സിന അല്ലെങ്കിൽ അവിസന്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചുരുക്കപ്പേര്. അദ്ദേഹം എന്ത് സംഭാവനയാണ് നൽകിയിരിക്കുന്നത്? അദ്ദേഹം മെഡിക്കൽ സയൻറ്റിസ്റ്റും ഫിലോസഫറുമായിരുന്നു. അദ്ദേഹം വൈദ്യശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ മെഡിക്കൽ സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ തത്വചിന്തകനും ഫിലോസഫറുമായിരുന്നു. രണ്ടാമത് ഇബ്ൻ അൽ ഖാസിം. ഇബ്ൻ അൽ ഖാസിം, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് അബു അൽ ഖാസിം എന്ന് വിളിക്കും തന്നല്ലോ. ഇബ്ൻ അൽ ഖാസിം അല്ലെങ്കിൽ അബു അൽ ഖാസിം. അബു അൽ ഖാസിം എന്താണ് നൽകിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അബു അൽ ഖാസിമിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫാദർ ഓഫ് സർജറി അല്ലേ, ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അൽ ബിറൂനി. അൽ ബിറൂനി എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ്? ഫോർമുലേറ്റഡ് ദ ബേസിക് ഐഡിയാസ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി. അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രം, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് എന്ന് പറയുന്നത് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ജിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ അന്തർഭാഗത്തെക്കുറിച്ചുള്ള പഠനം. അപ്പം ജിയോളജിയിലും
ആന്ത്രോപോളജി, നരവംശാസ്ത്രത്തിലും ഭൂഗർഭശാസ്ത്രത്തിലും അടിസ്ഥാന ആശയങ്ങൾ രൂപീകരിച്ച വ്യക്തിയാണ്, സ്കോളറാണ് ആയിരുന്നു വരുന്നത് അൽ ബിറൂനി. അടുത്തത് മുഹമ്മദ് അൽ റാസി. മുഹമ്മദ് അൽ റാസി എന്ന് പറയുന്ന സ്കോളർ എന്ത് കോൺട്രിബ്യൂഷൻ നൽകി? ഗേവ് കോൺട്രിബ്യൂഷൻ ടു മെഡിക്കൽ സയൻസ്, അല്ലേ, വൈദ്യശാസ്ത്രത്തിന് ആവശ്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആയിരുന്നു പറയുന്നത് മുഹമ്മദ് അൽ റാസി. അടുത്തത് റോജർ ബേക്കോൺ. റോജർ ബേക്കോൺ എന്താണ് ചെയ്തത്? paved the way for the invention of automobiles and aircraft. ഓട്ടോമൊബൈൽസ് എന്ന യന്ത്രനിർമ്മിത വാഹനങ്ങൾ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ആകാശ വാഹനങ്ങൾ എന്നിവയുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ച വ്യക്തിയാണ്. പേവ്ഡ് ദ വേ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ് ആണ് ആരെന്ന് പറയുന്നത് റോജർ ബേക്കൺ. അടുത്തത് ഭാസ്കര സെക്കൻഡ്. അദ്ദേഹം, ആ സ്കോളർ എന്താണ് കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത്? ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ടു ആസ്ട്രോണമി. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിന് അല്ലെങ്കിൽ ആസ്ട്രോണമിക്ക്, അല്ലെ, ജ്യോതിശാസ്ത്രത്തിന് അല്ലെങ്കിൽ വാനശാസ്ത്രത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? ശ്രദ്ധേയമായ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോട്ടബിളായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഭാസ്കര സെക്കൻഡ്. അപ്പോൾ കുറച്ച് ആൾക്കാർ പേരെ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് സ്കോളേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻ ഈ കാലഘട്ടത്തിൽ നടത്തിയ കോൺട്രിബ്യൂഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യം നോക്കാം. ലെറ്റ്സ് സീ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് അറബ്സ് ടു ദ മിഡീവൽ സയൻസ്. മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് അറബിൻ്റെ സംഭാവനകൾ എന്തെല്ലാമാണ്? മധ്യകാല ശാസ്ത്രത്തിൽ അറബിക്സിൻ്റെ അല്ലെങ്കിൽ അറബ്സിൻ്റെ സംഭാവനകൾ എന്തെല്ലാം? ഒന്ന്, ദ അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വെയർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ അവരുടെ അറബിക് എണ്ണൽ സംഖ്യകൾ, അല്ലെ, അറബിക് ന്യൂമറൽസും അതുപോലെ തന്നെ ഇന്ത്യ കണ്ടുപിടിച്ച 0 തന്നല്ലോ, ഇവ എവിടെ പ്രചാരത്തിൽ വരുത്തി, എവിടെ പോപ്പുലറൈസ് ചെയ്തു? യൂറോപ്പിൽ പോപ്പുലറൈസ് ചെയ്തു. ഒന്നാമത്തെ കോൺട്രിബ്യൂഷനാണ് തന്നല്ലോ. മെഡീവൽസ് സയൻസിൽ അറബിക്കിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തെല്ലാം? ഒന്ന്, ദ അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ദ ഇന്ത്യ. അറബികളുടെ എണ്ണൽ സംഖ്യകളും ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിച്ച 0 തന്നല്ലോ, ഇവ എവിടെ പോപ്പുലറൈസ് ചെയ്തു? യൂറോപ്പിൽ പോപ്പുലറൈസ് ചെയ്തു. സെക്കൻഡ്, കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്, അല്ലേ, രസതന്ത്രത്തിനെ ഒരു ശാസ്ത്രമായി വികസിപ്പിച്ചു. അടുത്തത്, ദ അറബ്സ് വെയർ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ദ സബ്ജക്റ്റ് ലൈക്ക് ആൽജിബ്ര ആൻഡ് ഓപ്റ്റിക്സ് തന്നല്ലോ. ആൽജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം, അതുപോലെ തന്നെ ഓപ്റ്റിക്സ് പ്രകാശശാസ്ത്രം, അതുപോലെ തന്നെ ആൽജിബ്ര ബീജഗണിതം എന്നീ 2 സബ്ജക്റ്റുകൾ, 2 വിഷയങ്ങളുടെ ഉപജ്ഞാതാക്കളാണ് അല്ലെങ്കിൽ ഇൻവെൻറ്റേഴ്സാണ് ആരെന്ന് പറയുന്നത് അറബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മെയിൻ കോൺട്രിബ്യൂഷൻസാണ് ഇവിടെ അവർ നൽകിയിരിക്കുന്നത്. അതിലുപരി മറ്റ് പ്രധാനപ്പെട്ട സാഹിത്യത്തിലായാലും അതുപോലെ തന്നെ ഇതിലാണ് കൾച്ചറലിലായാലും അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ വേറെയും നൽകിയിട്ടുണ്ട്. ഇതിപ്പം സയൻസിലെ കോൺട്രിബ്യൂഷൻസാണ് പറഞ്ഞത്. The Crusades facilitated the exchange of scientific and technological നോളജ്. അപ്പോൾ ഈ ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്, കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുന്നത് എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്തു? എന്തിന് സൗകര്യമൊരുക്കി? എക്സ്ചേഞ്ച് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജ്, അല്ലേ. അപ്പോൾ സയൻറ്റിഫിക്കായിട്ടുള്ള, ശാസ്ത്രീയപരമായും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ സാങ്കേതികപരവുമായിട്ടുള്ള നോളജിനെ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ എക്സ്ചേഞ്ചിന്, കൈമാറ്റത്തിന് അല്ലെങ്കിൽ വിനിമയത്തിന് ആര് സൗകര്യമൊരുക്കി? ഈ ക്രൂസൈഡ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങൾ. The Europeans got acquainted with the technological know-how through their Arab contact. അപ്പം അവരുടെ അറബ് കോണ്ടാക്ട് ആരുടെയാണ്? യൂറോപ്യൻസിൻ്റെ അറബികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻസ് എന്ത് നേടിയെടുത്തത്, എന്ത് അക്വൈൻറ്റ് ചെയ്തത്, എന്ത് ഫെമിലിയർ പരിചയപ്പെട്ടത്? ടെക്നോളജിക്കൽ നോഹൗ, അല്ലേ, സാങ്കേതിക ജ്ഞാനം. അപ്പോൾ യൂറോപ്യൻസിന് സാങ്കേതിക ജ്ഞാനത്തിൽ അറിവ് അല്ലെങ്കിൽ പരിചയം ഉണ്ടായി വന്നത് ഏതിലൂടെയാണ്? അവരുടെ അറബുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. യൂറോപ്യൻസ് അവരുടെ ടെക്നോളജിക്കൽ നോഹൗ ഡെവലപ്പ് ചെയ്തെടുത്തത്
അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ആരിൽ നിന്നാണ് ഈ ടെക്നോളജിക്കൽ നോഹൗ ഡെവലപ്പ് ചെയ്തത്? അവരുടെ അറബ് കോണ്ടാക്ട്സിൽ നിന്നാണ് ഈ ചുവടെ പറയുന്ന ടെക്നോളജിക്കൽ നോഹൗ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒന്ന്, ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലസ്കോപ്പ്. അപ്പം അവർ ടെലസ്കോപ്പ് അല്ലെങ്കിൽ വാനനിരീക്ഷണ യന്ത്രം തന്നെയല്ലോ, അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അത് നിർമ്മിച്ചെടുത്തത് ഇവരുടെ സാങ്കേതിക പരിജ്ഞാനത്തോടു കൂടിയാണ്. 2, സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. നഗരങ്ങളിൽ തെരുവ് വിളക്കുകൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തയ്യാറാക്കിയതും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ, മാലിന്യ നിർമ്മാർജ്ജന അല്ലെങ്കിൽ നിയന്ത്രണ പദ്ധതികൾ ആവിഷ്കരിച്ചതും ഇവരുടെ ടെക്നിക്കൽ നോഹൗ ഉപയോഗിച്ചാണ്, സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ക്ലോക്കുകൾ, യന്ത്രനിർമ്മിത ക്ലോക്കുകൾ അല്ലെങ്കിൽ നാഴിക മണികൾ നിർമ്മിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ദ ഗിയർ അല്ലേ, വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ഗിയറിൻ്റെ തത്വം തന്നല്ലോ, അത് വികസിപ്പിച്ചെടുത്തത് ഈ സാങ്കേതിക പരിജ്ഞാനത്തിലൂടെയാണ്. പിന്നെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലേ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അത് വികസിപ്പിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവരുമായിട്ടുള്ള സാങ്കേതിക അറിവ് പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ആൽജിബ്ര, പിന്നെ ആൽക്കെമി, അതുപോലെ തന്നെ ട്രിഗണോമെട്രി, ഇതിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അവർക്ക് ലഭിച്ചതും അതിൽ നിന്നാണ്. ഇവരുടെ ഇപ്പോൾ ബീജഗണിതം, അതുപോലെ തന്നെ ആൽക്കെമി, അതുപോലെ തന്നെ ത്രികോണമിതി തുടങ്ങിയവയിൽ നിന്നെല്ലാം ഓരോരോ വികസനങ്ങൾ അവർ നേടിയെടുത്തതും ഇവരുമായിട്ടുള്ള അറബ് കോണ്ടാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടെക്നോളജിക്കൽ നോഹൗ അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മിഡീവൽ ചൈന ആൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. മധ്യകാലത്തിൽ ചൈനയും എന്ത് ചെയ്തിരുന്നു? വളരെ പുരോഗതി, ഗ്രേറ്റ് പ്രോഗ്രസ് ഉണ്ടായിരുന്നു ഇവിടെ സയൻസിലും അതുപോലെ തന്നെ ടെക്നോളജിയിലും ശാസ്ത്രത്തിലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലും. പിന്നെ ഗൺ പൗഡർ, അതുപോലെ തന്നെ സെസ്മോഗ്രാഫ്, മറൈനേഴ്സ് കോമ്പാസ്, പ്രിൻറ്റിംഗ് ആൻഡ് ആസ്ട്രോലാബ് used by astronomers and navigators are the contributions of medieval China. അപ്പോൾ മധ്യകാല ചൈനയുടെ സംഭാവനകളാണ്. അവരെന്ത് ചെയ്തു? വെടിമരുന്ന് കണ്ടുപിടിച്ചു, ഗൺ പൗഡർ അത് കണ്ടുപിടിച്ചത്. പിന്നെ ഏതാണ്? സെസ്മോഗ്രാഫ്, ഭൂകമ്പ മാപിനി കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ മറൈനേഴ്സ് കോമ്പാസ് നമുക്കറിയാലോ, വടക്ക് നോക്കി യന്ത്രം ആരുപയോഗിക്കുന്നതാണ്? നാവികർ ഉപയോഗിക്കുന്ന വടക്ക് നോക്കി യന്ത്രം, മറൈനേഴ്സ് കോമ്പാസ്. പിന്നെ പ്രിൻറ്റിങ്, അച്ചടി കണ്ടുപിടിച്ചു മെഡീവൽ ചൈന. പിന്നെ ആസ്ട്രോലാബ്, ഇതാര് യൂസ് ചെയ്യുന്നതാണ്? ആസ്ട്രോണോമേഴ്സ് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ആസ്ട്രോലാബ്, അത് ഇവരാണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നാവിഗേറ്റേഴ്സും ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ആസ്ട്രോലാബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഗൺ പൗഡർ, പിന്നെ സെസ്മോഗ്രാഫ്, അതുപോലെ തന്നെ മറൈനേഴ്സ് കോമ്പസ്, പിന്നെ പ്രിൻറ്റിങ്, പിന്നെ ഏതാണ്? ആസ്ട്രോണമേഴ്സും നാവിഗേറ്റേഴ്സും യൂസ് ചെയ്യുന്ന ഏതാണ്? ആസ്ട്രോലാബ്. ഇവയെല്ലാം ആരുടെ കോൺട്രിബ്യൂഷൻസാണ്? മിഡീവൽ ചൈനയുടെ സംഭാവനകളാണ്. ദ സ്പ്രെഡ് ഓഫ് ഈസ്റ്റേൺ ഐഡിയാസ് ആൻഡ് നോളജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടു യൂറോപ്പ് in the medieval period led to the emergence of modern world and provided the base for the industrial and scientific progress. അപ്പോൾ എന്താണ്? ഈ ഈസ്റ്റേൺ ഐഡിയാസും അതുപോലെ തന്നെ അതിൻ്റെ നോളജ്, അതിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി, അപ്പോൾ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിജ്ഞാനവും അതുപോലെ തന്നെ പൗരസ്ത്യ ആശയങ്ങൾ, ഈസ്റ്റേൺ ഐഡിയാസിൻ്റെ സ്പ്രെഡും വ്യാപനവും, എങ്ങോട്ടുള്ള? യൂറോപ്പിലേക്കുള്ള വ്യാപനവും എന്ത് ചെയ്തു? മിഡീവൽ പീരീഡിനെ എന്തിലേക്ക് നയിച്ചു? ആധുനിക ലോകത്തിൻ്റെ എമർജൻസിലേക്ക് അല്ലെങ്കിൽ ഉദയത്തിലേക്ക് ലീഡ് ചെയ്തു. ആൻഡ് പ്രൊവൈഡഡ്, എന്നിട്ട് എന്തിന് കാരണമായത്? എന്തിന്? ദ ബേസ് ഫോർ ദ ഇൻഡസ്ട്രി ആൻഡ് സയൻറ്റിഫിക് പ്രോഗ്രസ് അല്ലേ. അപ്പോൾ ആ യൂറോപ്പിൻ്റെ തന്നെ എന്താണ്? വ്യാവസായികവും അതുപോലെ തന്നെ ശാസ്ത്രവുമായ പുരോഗതിക്ക് അല്ലേ അടിത്തറ പാകിയതും ഏത് തന്നെയാണ്? ഈ അറിവുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അറിവുകളും അതുപോലെ തന്നെ അവരുടെ ഈസ്റ്റേൺ ഐഡിയാസും ആണ്. ദ സ്പ്രെഡ് ഓഫ് ഈസ്റ്റേൺ ഐഡിയാസ് ആൻഡ് നോളജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടു യൂറോപ്പ് ഇൻ ദ medieval period led to the emergence of modern world and
പ്രൊവൈഡഡ് ദ ബേസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് സയൻറ്റിഫിക് പ്രോഗ്രസ്. അതിലുപരി ഒരു ചെറിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ് ദ ക്ലോക്ക് ടവർ ഓഫ് കൈഫങ് തന്നല്ലോ. കൈഫങ്ങിലെ ഒരു ക്ലോക്ക് ടവറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചൈനയിലാണ്. ഇറ്റ് വാസ് ദ ചൈനീസ് ഹൂ മെയ്ഡ് ദ ക്ലോക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഇൻ ദ 8th century. 8ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ആദ്യമായി ക്ലോക്ക് നിർമ്മിച്ച അല്ലെങ്കിൽ നാഴികമണി നിർമ്മിച്ചത് ആരാണ്? ചൈനക്കാരാണ്. അപ്പോൾ ചൈനക്കാരാണ് എന്ത് ചെയ്തത്? ലോകത്തിൽ ആദ്യമായിട്ട് ക്ലോക്ക് നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 8th centuryയിലാണ്, 8ാം നൂറ്റാണ്ടിലാണ്. There are descriptions in the Chinese record regarding the astronomical water clock with 12-meter height. അപ്പോൾ എന്താണ്, പല വിവരണങ്ങളും നമുക്ക് ചരിത്രത്തിലൂടെ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ പല വിവരണങ്ങളും നമുക്ക് ലഭ്യമാണ്. ചൈനീസ് റെക്കോർഡുകളിൽ തന്നെയുണ്ട്. എന്തിനെക്കുറിച്ചാണ്? ഒരു ആസ്ട്രോണമിക്കൽ വാട്ടർ ക്ലോക്ക് വിത്ത് 12-meter ഹൈറ്റ്, 12 അടി പൊക്കമുള്ള ഉയരമുള്ള എന്താണ് ജ്യോതിശാസ്ത്രപരമായ ഒരു ജലനാഴികമണി. ഇപ്പം ജലത്തിൻ്റെ സഹായത്തോടുകൂടി, വെള്ളത്തിൻ്റെ ഊർജത്താൽ, വാട്ടറിൻ്റെ പവറാൽ പ്രവർത്തിക്കുന്ന 12-meter ഹൈറ്റുള്ള ഒരു ക്ലോക്ക്, ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. ആ ക്ലോക്കാണ് എന്ന് പറയുന്നത് ഈ കൈഫങ്ങിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത, ദ സ്മാൾ ഹ്യൂമൻ statues which formed part of this clock rang the bell and beat the drum at a regular interval. അപ്പോൾ ഇതിൽ ചെറിയ എന്താണ് മനുഷ്യ രൂപങ്ങൾ ഉണ്ടാക്കുക, സ്മാൾ ഹ്യൂമൻ സ്റ്റാച്യൂസ് ഉണ്ട് തന്നല്ലോ. അത് വിച്ച് ഫോംഡ് ദ പാർട്ട് ഓഫ് ദിസ് ക്ലോക്ക്. ഈ ക്ലോക്കിൻ്റെ ഭാഗമായ ആരാണ്? ഈ ഹ്യൂമൻ സ്റ്റാച്യൂസ്, സ്മാൾ ഹ്യൂമൻ സ്റ്റാച്യൂസ് എന്ത് ചെയ്യുന്നു? ദേ റാങ് ദ ബെൽ, അല്ലേ, ഇതിൽ ബെല്ലടിക്കുന്നു. അതുപോലെ തന്നെ ബീറ്റ് ദ ഡ്രം, ഇതിൽ ചെണ്ട കൊട്ടുന്നു. എപ്പോഴാണ്? റെഗുലർ ഇൻ്റർവൽ, തുടർച്ചയായ ഇടവേളകളിൽ. ആരുടെ സഹായത്തോടെ ഉപയോഗിക്കുന്ന പവർ ഏതാണ്? വാട്ടർ പവറാണ്. ഇതെന്താണ്? ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ്. ഇതിന് ഹൈറ്റ് എത്രയുണ്ട്? 12-meter ഹൈറ്റ് ഉണ്ട്. അതാണ് എന്ന് പറയുന്നത് കൈഫങ്ങിലെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, അറബ്സ് അല്ലേ മിഡീവൽ ആർട്ടിനും എഡ്യൂക്കേഷനും സയൻസിലും. നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് തന്നെ പറഞ്ഞു. ആരുടെ കോൺട്രിബ്യൂഷൻസാണ്? അറബുകളുടെ സംഭാവനയാണ് മിഡീവൽ ആർട്ടിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും സയൻസിലും. അതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കറക്റ്റ് ഒരു സമ്മറി ആയിട്ട് ഒരു പേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിൽ എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെയെല്ലാമാണ് വന്നത്. അതുപോലെ തന്നെ സയൻസിൽ, അതുപോലെ തന്നെ ഏതാണ് ട്രേഡ്, അല്ലേ. അത് പ്രധാനമായിട്ടും നമുക്ക് ഈസ്റ്റും വെസ്റ്റിൻ്റെ എന്താണ് ഇറ ഓഫ് എക്സ്ചേഞ്ച്, കൈമാറ്റ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചത്. ഒന്ന് ട്രേഡ്, അല്ലേ. അതുപോലെ സെക്കൻഡ് ഏതാണ്? കൾച്ചർ. ഒന്ന് വാണിജ്യവും അതുപോലെ തന്നെ എന്താണ് കൾച്ചറും, സംസ്കാരവും. ട്രേഡിൽ, വാണിജ്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ പോയിൻറ്റ്സ്? ട്രേഡ് റൂട്ടുകൾ, വാണിജ്യപാതകൾ. അതിൽ സിൽക്ക് റൂട്ട്, അല്ലേ, പട്ടുതുണിപ്പാത. പിന്നെ ഏതാണ്? സ്പൈസ് റൂട്ട്, സുഗന്ധവ്യഞ്ജനപാത. അതുപോലെ ട്രേഡിംഗ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ, പിന്നെ വാണിജ്യ കേന്ദ്രങ്ങൾ. പിന്നെ ഫോർമേഷൻ ഓഫ് ടൗൺസ്, നഗര രൂപീകരണം. അതുപോലെ തന്നെ ഗിൽഡുകൾ, അല്ലേ, അതെല്ലാം നമ്മൾ അതിൽ പഠിച്ചു, ട്രേഡിൽ പഠിച്ചു. കൾച്ചറൽ, സംസ്കാരത്തിൽ എന്തൊക്കെയാണ് നോക്കിയത്? എഡ്യൂക്കേഷനുകൾ, അല്ലേ, വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റീസ്, സർവകലാശാലകൾ. കൾച്ചറലും എക്സ്ചേഞ്ചുകൾ, അല്ലേ, സാംസ്കാരിക വിനിമയം. ആർട്ട്, അല്ലെ, കല. പിന്നെ ലിറ്ററേച്ചർ, സാഹിത്യം. പിന്നെ മ്യൂസിക്, സംഗീതം. പിന്നെ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും നമ്മൾ പഠിച്ചു. അങ്ങനെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ എന്ത് ചെയ്തു? പല മേഖലകളിലും എന്ത് ചെയ്തു? കൈമാറ്റങ്ങൾ ഉണ്ടായി. പ്രധാനമായിട്ടും ട്രേഡും കൾച്ചറും. അതിൻ്റെ ഓരോരോ പോയിന്റുകൾ, സമ്മേറ്റീവ് പോയിന്റുകളാണ് അല്ല പറഞ്ഞിരുന്നത്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചാപ്റ്റർ ഒരു കൂടെ മൊത്തം വായിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ആൻസറുകളും തയ്യാറാക്കി പഠിക്കണം തന്നെയല്ലോ. അപ്പോൾ ടെസ്റ്റ് പേപ്പറിനും എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാവണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.